ഇന്ന് ചൂഷണത്തെയും മതമൗഢ്യത്തെയും ചോദ്യം ചെയ്ത ഗോവിന്ദ് പൻസാരയുടെ ഓർമ്മദിനം. സാമൂഹ്യനീതിക്കും മതനിരപേക്ഷതയ്ക്കും വേണ്ടി അവസാന ശ്വാസം വരെ പോരാടിയ പൻസാരയുടെ വാക്കുകൾ ഇന്നും കരുത്താണ്. സാമൂഹിക നീതിക്കും മതനിരപേക്ഷതയ്ക്കും ജീവിതം സമർപ്പിച്ച മഹാരാഷ്ട്രയിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഗോവിന്ദ് പൻസാരെ 1933 നവംബർ 26 മഹാരാഷ്ട്രയിലെ കോൽഹാപൂരിൽ ജനിച്ച പൻസാരെ സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് പൊതുജീവിതത്തിലേക്ക് വന്നത്. വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ പുരോഗമന രാഷ്ട്രീയത്തിലേക്ക് അടുപ്പം കണ്ടെത്തിയ അദ്ദേഹം പിന്നീട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIയുടെ പ്രമുഖ നേതാവായി വളർന്നു. അഭിഭാഷകനായും പ്രവർത്തിച്ച പൻസാരെ തൊഴിലാളികൾക്കും കർഷകർക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും വേണ്ടി നിരവധി നിയമ പോരാട്ടങ്ങൾ നടത്തി. മഹാരാഷ്ട്രയിൽ ടോൾ നികുതി വിരുദ്ധ സമരങ്ങൾക്ക് അദ്ദേഹം നൽകിയ നേതൃത്വം വലിയ ജനപിന്തുണ നേടി. പൻസാരയെ ദേശീയ തലത്തിൽ ശ്രദ്ധേയനാക്കിയത് അദ്ദേഹത്തിന്റെ ശിവാജി കോൻ ഹോത്ത എന്ന പുസ്തകമാണ്. ശിവാജിയെ മതേതരവും ജനപക്ഷവുമായ ഭരണാധികാരിയായി അവതരിപ്പിച്ച ഈ കൃതി മഹാരാഷ്ട്രയിൽ ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റുപോയതായി റിപ്പോർട്ടുകളുണ്ട്. അന്ധവിശ്വാസ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സാമുദായികക്കെതിരായ പ്രചരണങ്ങൾക്കും അദ്ദേഹം സജീവമായി നേതൃത്വം നൽകി. മഹാരാഷ്ട്രയിലെ പുരോഗമന യുക്തിവാദ പ്രസ്ഥാനങ്ങളുടെ പ്രധാന മുഖങ്ങളിൽ ഒരാളായി പൻസാരെ പരിഗണിക്കപ്പെടുന്നു. 2015 ഫെബ്രുവരി 16 കോൽഹാപൂരിൽ പ്രഭാത നടത്തത്തിനിടെ അജ്ഞാതരുടെ വെടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ പൻസാരെ ഫെബ്രുവരി 20 അന്തരിച്ചു. ഈ സംഭവം രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കി. ചിന്തയുടെ സ്വാതന്ത്ര്യത്തിനും സാമൂഹിക സമത്വത്തിനുമായി ശബ്ദമായിരുന്ന ഗോവിന്ദ് പൻസാരെ ഇന്നും പുരോഗമന രാഷ്ട്രീയത്തിന് പ്രചോദനമായി തുടരുന്നു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.